ഇന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ വരാനുള്ള ഒരു കാരണം, കുറേ കുട്ടികൾ പല വിധത്തിലുള്ള സംശയങ്ങൾ, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ശ്രദ്ധിക്കാതെ പോയാൽ അഡ്മിഷൻ ഡിലേ ചെയ്യപ്പെടാനുള്ള ഒരു കാരണം. വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ക്ലാസ് റൂം. ഓൺലൈൻ ക്ലാസ് റൂമിൽ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ +1 അപേക്ഷ സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ്. ഏകദേശം 25-ാം തീയതി അത് ആരംഭിച്ചു. ഇന്ന് 27-ാം തീയതിയായി. ഇന്ന് ഞാൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ നമുക്ക് അത് എവിടെ കാണാം? HS ക്യാപ്പ് ഗേറ്റിൽ ഏകദേശം 1,50,000 മുകളിൽ കുട്ടികൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിരിക്കുന്നത് 1,30,000 അടുത്ത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 4 ലക്ഷത്തോളം ആപ്ലിക്കേഷൻസ് ഓൺലൈനിൽ വരേണ്ടതുണ്ട്. അപ്പോൾ അത് ഓൺഗോയിങ് ആണ്. എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികൾ, പാരൻസ്, അവരെ സഹായിക്കുന്നവർ ഈ HS ക്യാപ്പ് അതിലൂടെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ വരാനുള്ള ഒരു കാരണം, കുറേ കുട്ടികൾ പല വിധത്തിലുള്ള സംശയങ്ങൾ, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ശ്രദ്ധിക്കാതെ പോയാൽ അഡ്മിഷൻ ഡിലേ ചെയ്യപ്പെടാനുള്ള ഒരു കാരണം. അതായത് നമ്മൾ ചിലപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നുന്നതായിരിക്കാം. അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്ന് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അഡ്മിഷൻ തടസ്സപ്പെടുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പം അങ്ങനെയുള്ളത് ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ ഇനി ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ +1 പഠിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കേണ്ടവരോ ഒക്കെ ആയിട്ടുള്ളവരുണ്ടാവും. അവരിലേക്ക് ഈ മെസ്സേജ് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിഷനിലേക്ക് പോകുമ്പോൾ അവിടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൽ അതിൽ കാണിക്കുന്നത് പ്രകാരമുള്ള ഡീറ്റെയിൽസേ നിങ്ങൾ എന്തിലേക്ക് കൊടുക്കാൻ പാടും? ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൊടുക്കാൻ പാടും. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് A ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്ത് B ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഇവിടെ ഗ്രേഡ് കൊടുക്കാനുള്ള ഒരു കോളമുണ്ട്. അപ്പോൾ B ഗ്രേഡ് കിട്ടിയ ഒരാൾ അത് A ഗ്രേഡാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക, സ്റ്റേറ്റ് ലെവലിലാണ് A ഗ്രേഡ് B ഗ്രേഡ് ആയി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ B ഗ്രേഡ് A ഗ്രേഡ് ആയി എന്നുള്ളത്. A ഗ്രേഡ് ഉള്ള ഒരാൾ B ഗ്രേഡ് കൊടുത്തതുകൊണ്ട് കുഴപ്പം ആ ആൾക്കാണ് നഷ്ടം സംഭവിക്കുക. കാരണം അവർക്ക് കിട്ടാവുന്ന ചെറിയൊരു പോയിന്റ് മാറിപ്പോയി എന്നതാണ്. പക്ഷെ B ഗ്രേഡ് ഉള്ള ഒരാൾ A ഗ്രേഡാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അത് അഡ്മിഷൻ ഡിലേ ചെയ്യാനുള്ള കാരണമാണ്. കാരണം അവിടെ ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മളുടെ വെയിറ്റേജ്, ഗ്രേഡ് പോയിന്റ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് ഒരു സഹായകമാകുന്നത്. B ഗ്രേഡ് കിട്ടിയ സ്റ്റേറ്റിൽ B ഗ്രേഡ് കിട്ടിയ ഒരാൾ A ഗ്രേഡ്. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റ് ലെവലിലാണ് ഒരു ഗ്രേഡ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളൂ എന്നാണ്. പക്ഷെ അതുവഴി ഒരു 1000-കണക്കിന് ആളുകളുടെ റാങ്കുകളിൽ മാറ്റം വരും, ഒരുപാട് മുന്നിലേക്ക് കയറി വരും. അപ്പോൾ അത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ, അത് തീർച്ചയായിട്ടും കണ്ടെത്തിക്കഴിഞ്ഞാൽ അത്തരം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. അവർ പിന്നെ ആ പ്രക്രിയയിൽ നിന്ന് തന്നെ പുറത്തു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ. പിന്നെ മറ്റൊന്ന് വ്യാപകമായി ചോദിക്കുന്നൊരു ചോദ്യം, SSLCയിൽ ഇപ്പോൾ രക്ഷിതാവിൻ്റെ പേര് അല്ലെങ്കിൽ കുട്ടിയുടെ പേര് തന്നെ അല്ലെങ്കിൽ അഡ്രസ്സിൽ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി കിടക്കുന്നു. മറ്റു രേഖകളിലുള്ളത് പോലെയല്ല SSLCയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് തിരുത്താൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തിരുത്തും എന്ന് കരുതി ഇങ്ങനെ ആയി കിട്ടണം എന്ന് പറഞ്ഞ് അക്ഷയ സെൻറ്ററിൽ പോയി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളുടെ SSLC രേഖയിൽ പ്രകാരമുള്ളതിനപ്പുറം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഡീറ്റെയിൽസ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് മിസ്മാച്ച് വരും. സ്വാഭാവികമായിട്ടും അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യും. ഇത് ആൾ മാറിപ്പോയി എന്നോ അല്ലെങ്കിൽ ഇത് അത്തരത്തിലുള്ള ഒരു റോങ് ഡാറ്റയാണ്. അതും അഡ്മിഷൻ ഡിലേ ചെയ്യുന്നതിലേക്ക് കാരണമാകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ പഞ്ചായത്ത് കൊടുക്കുന്നിടത്തോ പഠിച്ച സ്കൂൾ കൊടുക്കുന്നിടത്തോ ഇവിടെ ഒന്നും തെറ്റ് സംഭവിക്കാൻ പാടില്ല. കാരണം ഇതെല്ലാം എന്താണ്, നിങ്ങൾക്ക് ബോണസ് പോയിന്റിലേക്കോ അല്ലെങ്കിൽ ഗ്രേഡ് അതിലൊരു ചെറിയ വാരിയേഷൻസ് വരുന്നതിനും അത് ഒരുപാട് റാങ്കുകളിൽ മാറ്റം ഉണ്ടാക്കുന്നതിനും സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് കുട്ടികളല്ലേ അപേക്ഷിക്കുന്നത്. ഓരോ ജില്ലകളിലേക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അത് 10,000, 20,000, 50,000 ഒക്കെ കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ റാങ്കുകളിൽ വലിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. കാരണം നമ്മളത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ
പിന്നീട് നമുക്കത് മാറ്റം വരുത്താൻ സാധ്യമല്ല. ഇനി ട്രയലിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും ചില ഭാഗങ്ങളെ നമുക്ക് അവിടെ എഡിറ്റബിൾ ആവും. മറ്റൊരെണ്ണം CBSE വിദ്യാർത്ഥികളാണ്. ഇപ്പൊ CBSE വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും അവരുടെ ഡാറ്റകൾ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ CBSE ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ അത്തരത്തിലുള്ളൊരു വിൻഡോ വരുള്ളൂ. അത്തരത്തിലുള്ളൊരു വിൻഡോയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിൽ കലോത്സവവും അതുപോലെയുള്ളതൊക്കെ ഉണ്ടാവാം. പക്ഷേ CBSEയുടെ ആ ഒരു റൂട്ട് പ്രകാരം നേരെ ജില്ലയും പിന്നീട് സ്റ്റേറ്റും 2 സ്റ്റേജ് കടക്കുമ്പോഴേക്കും ഒരു സ്റ്റേജ് കടന്നാൽ ഉടൻ സ്റ്റേറ്റിലേക്ക് എത്തുക. അത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇവിടെ ഒരു ബോണസ് പോയിന്റിലേക്ക് പരിഗണിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത് അവിടെ തെറ്റായി എൻ്റർ ചെയ്യരുത് എന്നുള്ള സഹോദരിയുടേതൊക്കെ അത്തരത്തിൽ അത് എൻ്റർ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈവശം ഉള്ളത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അഡ്മിഷൻ ഡിനേ ചെയ്യുന്നതിലേക്ക് പോകും. അത് വലിയൊരു പ്രയാസം ഉണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള 2-3 വിദ്യാർത്ഥികളൊക്കെ നമുക്ക് അഡ്മിഷൻ ഡിനേ ചെയ്യുകയും പിന്നീട് അവരുടെ ഭാഗ്യം കൊണ്ട് അവർ കമ്മ്യൂണിറ്റി ഈ ഓൺലൈൻ സംവിധാനത്തിൽ നിന്ന് പുറത്തുപോയി അവർ പിന്നെ കമ്മ്യൂണിറ്റിയിൽ അവർ വന്നതുകൊണ്ട് അവർക്ക് മറ്റു രീതിയിൽ അഡ്മിഷൻ കിട്ടുകയുണ്ടായത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾക്ക് നല്ല ഗ്രേഡും നല്ല മാർക്കും ഒക്കെ കിട്ടി നമ്മൾക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് ചെറിയ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുക വഴി അത് നഷ്ടപ്പെട്ടു പോയാൽ വലിയ സങ്കടമായിരിക്കും. അത് പിന്നീട് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാവും. നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളോ കോമ്പിനേഷൻസ് ഒക്കെ അത് സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് കാരണമാകും. അപ്പം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ 28, 29, 30, 31 3-ാം തീയതി വരെയുള്ള സമയമുണ്ട്. സമയം നമുക്ക് മുന്നിലുണ്ട്. നല്ലതുപോലെ കൃത്യമായിട്ട് അത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതോടൊപ്പം മറന്നു പോകരുത്, കമ്മ്യൂണിറ്റി സീറ്റുകൾ അതിൽ അർഹരായിട്ടുള്ളവർ അത്തരം സ്കൂളുകളിൽ പോയി ആ ഫോമുകളൊക്കെ വാങ്ങുക. അത് സ്വാഭാവികമായിട്ടും അതൊരു ജൂൺ 5-ാം തീയതി മുതലൊക്കെ ആയിട്ട് ജൂൺ 10 മുതലാണ് അതിൻ്റെ വിതരണം ആരംഭിക്കുക, ഡാറ്റ എൻട്രി തുടങ്ങുക എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ പ്രകാരമെങ്കിലും. ഒരു ജൂൺ 5-ാം തീയതിക്ക് ശേഷം പല സ്കൂളുകളും കാരണം ആയിരക്കണക്കിന് ഫോമുകൾ അവിടെ കൊടുത്ത് ഡാറ്റ എൻട്രി ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ അതിന് പരിമിതമായ സമയമായതുകൊണ്ട് നേരത്തെ ഡാറ്റ വാങ്ങി വെക്കും. 10-ാം തീയതി മുതൽ ലിങ്ക് അവൈലബിൾ ആയാൽ അത് ഡാറ്റ എൻട്രികൾ നടക്കും. അപ്പോൾ അത്തരത്തിൽ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ കമ്മ്യൂണിറ്റി ഫോമുകൾ വാങ്ങി അത് കൊടുക്കാൻ മറന്നു പോകരുത്. അത് പല സ്കൂളുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ അത് വാങ്ങിയിട്ട് അത് കൊടുക്കണം. പിന്നെ അതോടൊപ്പം തന്നെ സ്പോർട്സോ അല്ലെങ്കിൽ മറ്റു കാറ്റഗറിയിലുള്ളവരൊക്കെ ആണെങ്കിൽ IED അങ്ങനെ പറയുന്ന സ്പെഷ്യൽ വളരെ ന്യൂനപക്ഷമായിരിക്കും. അത്തരമുള്ളവരും അതുപോലെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഇപ്പോൾ ജനറൽ ക്ലാസ്സുകളിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് റിസർവ് ചെയ്തിട്ടുള്ളത് അത് ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള രേഖകളൊക്കെ വാങ്ങി നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഇനിയും ഉണ്ട്. 3-ാം തീയതി വരെയുള്ള സമയമുണ്ട്. ആ സമയം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഡാറ്റകൾ വെച്ചുകൊണ്ടുള്ള അതിൻ്റെ സഹായങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. അത് പ്രകാരം നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു സീറ്റ് യാതൊരു കാരണവശാലും നഷ്ടപ്പെടാതിരിക്കാൻ. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രയാസം അനുഭവപ്പെടുക. നമ്മൾ SSLC പഠന കാലഘട്ടങ്ങളിൽ കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്തില്ല, ഗ്രേഡൊക്കെ വളരെ കുറവാണ് എന്ന് കരുതി ഗ്രേഡ് വളരെ നന്നായിട്ട് പ്രയാസപ്പെട്ട് പഠനം നടത്തി നന്നായിട്ട് ഗ്രേഡൊക്കെ വാങ്ങിയ കുട്ടിയേക്കാൾ മുകളിൽ അഡ്മിഷൻ കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതല്ലല്ലോ അതിൻ്റെ നീതി. അത് സ്വാഭാവികമായിട്ടും ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് ഏറ്റവും നല്ല ഗ്രേഡ് കിട്ടിയ കുട്ടി മുകളിലേക്ക് വരും. മാർക്ക് കുറഞ്ഞു, സ്വാഭാവികമായിട്ടും ഗ്രേഡ് കുറഞ്ഞ ആൾ താഴേക്ക് നിൽക്കേണ്ടി വരും. എന്നിരുന്നാലും നിങ്ങളെക്കാൾ മോശമായ പെർഫോം ചെയ്ത ഒരാൾ നിങ്ങൾക്ക് മുകളിൽ നിങ്ങളുടെ ചെറിയ മിസ്റ്റേക്ക് വഴി കയറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും അത്തരത്തിലുള്ള ഏത് വിധത്തിലുള്ള സഹായങ്ങൾക്കും ഓൺലൈൻ ക്ലാസ് റൂം റെഡിയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് മെസ്സേജ് ചെയ്യുക. ദെൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇനിയും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ആപ്ലിക്കേഷൻ ഓൺലൈനിലായിട്ട് സബ്മിഷൻ പൂർത്തിയാക്കുക. ഏറ്റവും നല്ല ഒരു ട്രയൽ 8-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരിക. ആ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും നിങ്ങൾക്ക് ഏറ്റവും നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ കോഴ്സുകളിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നുകൂടി ഓൺലൈൻ ക്ലാസ് റൂം ആശംസിക്കുകയാണ്. ഓക്കെ.